വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. വാസുദേവൻ തൻ്റെ ജീവിതകഥയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു തെണ്ടിയല്ലേ, തെണ്ടിത്തിരിയാനല്ലേ എൻ്റെ വിധി. എല്ലാവരും ഉണ്ടായിട്ടും സാരമില്ല, ഓരോരുത്തരുടെയും തലയിലെടുത്തല്ലാതെ എന്തു പറയാൻ. എങ്കിലും മോള് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അലഞ്ഞു തിരിയുന്നില്ല, പക്ഷേ പുറത്തു തന്നെ കിടന്നോളാം. വാസുവേട്ടനോട് വിസ്മയ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ഈ വീടിൻ്റെ അടുത്ത് വഴി സൈഡിലൊരു മാടക്കട തുടങ്ങാം. വാസുവേട്ടനെ കൊണ്ട് അത് സാധിക്കും. സമയവും പോകും, അല്പം വരുമാനവും കിട്ടും. അത്യാവശ്യ സാധനങ്ങൾ മാത്രം വിറ്റാൽ മതി, കൂടുതലൊന്നും വേണ്ട. വാസുവേട്ടൻ പണം മുടക്കണ്ട, ഞാൻ തരാം. പണം കുറേശ്ശെ തന്നു തീർത്താൽ മതി. എന്താ? അവസാനം വാസുദേവൻ സമ്മതിച്ചു. അങ്ങനെ വാസുദേവൻ്റെ അലഞ്ഞു തിരിയൽ നിർത്തി. വിസ്മയ കോളേജിലും ജീവിതകാര്യങ്ങളിലും വീണ്ടും മുഴുകി. ജയശങ്കറിൻ്റെ പുച്ഛത്തിനോ കുട്ടികളുടെ കളിയാക്കലിനോ ഒരു മാറ്റവും തന്നെ വന്നില്ല. അവൾ ഉച്ചഭക്ഷണം കോളേജ് ക്യാൻറ്റീനിലാണ് കഴിക്കുന്നത്. കാരണം രാവിലെ ചോറ് പൊതികെട്ടാനുള്ള സമയമൊന്നും അവൾക്ക് കിട്ടാറില്ല. അന്നും പതിവ് പോലെ തന്നെ ക്യാൻറ്റീനിൽ കഴിക്കുവാൻ ചെന്നു. ക്യാൻറ്റീനിൻ്റെ ഹാൾ നിറയെ കുട്ടികളാണ്. അധ്യാപകരും കഴിക്കുന്ന തിരക്കിലാണ്. അവൾ വന്നിരുന്നതോടെ അവിടെ ഇരുന്ന കുട്ടികൾ വിളിച്ചു കൂവി, ചേട്ടാ കഞ്ഞിയും ചമ്മന്തിയും വന്നു കൊടുക്ക്, വളിച്ചതും പുളിച്ചതുമൊക്കെ തിന്നാൻ വന്നിട്ടുണ്ട്. അത് കേട്ട് മറ്റു കുട്ടികൾ കൂവി ചിരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ജയശങ്കറും കുറേ അധ്യാപകരും ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. വിസ്മയ തനിക്കൊന്നും സംഭവിക്കാത്തതുപോലെ പതിവുള്ളത് തന്നാൽ മതി ചേട്ടാ എന്ന് പറഞ്ഞു. അയാൾ ചോറും സാമ്പാറും ഒരു തോരനും കൊണ്ടുവന്ന് കൊടുത്തു. ആ ഊണിന് 30 രൂപയുള്ളൂ. തൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അതേ സാധ്യമാകുന്നുള്ളൂ. സുഖസൗകര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന കുട്ടികൾക്ക് ഇത് വല്ലതും മനസ്സിലാകുമോ? അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഉള്ളത് കഴിച്ച് അതിൻ്റെ പണവും കൊടുത്തിറങ്ങുമ്പോൾ കേട്ടു, ഇവൾക്കൊക്കെ കോളേജിൽ തന്നെ പഠിക്കണം. ചന്തയിൽ മീൻ വിറ്റ് നടക്കുന്ന ഇവളുമാർക്ക് രാവിലെ മുതൽ അതുതന്നെ ചെയ്താൽ പോരെ, ഇങ്ങനെ കോലം കെട്ടണോ? അപ്പോൾ ക്യാൻറ്റീനിലെ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞുങ്ങളെ, അതിനും പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരിക്കും. അത് പഠിക്കട്ടെ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു പെൺകൊച്ച് മീൻ വിൽക്കുവാൻ പോകുമോ? അതിനെ കണ്ടാലറിയാം ഏതോ കൊള്ളാവുന്ന കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. ഗതികേട് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയത്. എല്ലാം കേട്ടുകൊണ്ട് വിസ്മയ നടന്നകന്നു. ആരെയും അവൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. നാളെ മുത്തശ്ശി മരിച്ചിട്ട് 2 വർഷം തികയുക. ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വിസ്മയ സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് പോയ വഴിക്ക് വാസുദേവൻ്റെ കടയിൽ കയറി. വിസ്മയയ്ക്ക് വാസുദേവൻ്റെ വക ഒരു ചായ കൊടുത്തു. അവൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് വീട്ടിൽ ചെന്ന് തുണി അലക്കിയിട്ടു. പിന്നീട് നോട്ടുകൾ എഴുതി, പഠിക്കാനുള്ളത് കുറേയൊക്കെ നോക്കി. രാവിലെ ഒന്നിനും സമയം കിട്ടുകയില്ല. പിന്നീട് അതിനുശേഷം അല്പം ആഹാരം ഉണ്ടാക്കി, കഞ്ഞിയും ചമ്മന്തിയും. അപ്പോൾ അവളോർത്തു ഒരു കാര്യം, മീൻ കച്ചവടക്കാരിയാണെങ്കിലും മീൻകറി വയ്ക്കാൻ തനിക്ക് നേരമില്ല താനും. അവധി കിട്ടട്ടെ, വയ്ക്കാമെന്ന് മനസ്സിലുറപ്പിച്ചു. ഇപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ ഒരാൾ കൂടിയുണ്ട്, വാസുദേവൻ വന്നു കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിസ്മയ വാസുദേവനോട് പറയാറുണ്ട്. ഇന്നും അതുണ്ടായി. എല്ലാം കേട്ട് വാസുദേവൻ വിസ്മയോട് പറഞ്ഞു, സാരമില്ല മോളെ, പരീക്ഷണങ്ങളെ അതിജീവിച്ചാലും ജീവിത വിജയം നേടാൻ ആവുകയുള്ളൂ. തൻ്റെ മാടക്കടയിൽ ചെറുതായിട്ടൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നഗരത്തിലൊക്കെ അലഞ്ഞു തിരിയുന്ന നടന്ന ആളുടെ കടയിൽ കയറാൻ ആദ്യമൊന്നും ആളുകൾ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ അത് മാറി. അത് കേട്ട് വിസ്മയ ചിരിച്ചു. പിന്നീട് വാസുദേവൻ പുറത്തു പോയി കിടന്നു. വിസ്മയ വാതിലടച്ചു. ഇപ്പോൾ വാസുദേവന് കൂട്ടിലൊരു പട്ടി കൂടിയുണ്ട്. അവൻ ഉറക്കെ കുരയ്ക്കും, ചെറിയ അനക്കം കേട്ടാൽ പോലും. അതിരാവിലെ തന്നെ വിസ്മയ എഴുന്നേറ്റു. പതിവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി. ഇന്ന് മീൻ കച്ചവടത്തിന് പോകണമെന്ന് ആലോചിച്ചു. പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞു പോകണം. ഒന്നും മടിച്ചാൽ പിന്നീട് അത് ശീലമാകും. ആകെയുള്ള ജീവിതമാർഗ്ഗമാണ്. അതില്ലെങ്കിൽ പിന്നെ ചിന്തിക്കാനേ വയ്യ. എങ്കിൽ അതിനുശേഷം ക്ഷേത്രത്തിൽ പോകാം. വേഗം തന്നെ 2 കപ്പ് കാപ്പി എടുത്ത് ഒന്ന് വാസുദേവനും ഒന്ന് വിസ്മയയും കുടിച്ചു. ഒന്നിച്ച് തന്നെ ഇറങ്ങി. ചന്ത വരെ വാസുദേവനും പോവും വിസ്മയയ്ക്കൊപ്പം. അതിരാവിലെ അല്ലേ ഒരു പെൺകുട്ടി പോകുന്നത്, ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച്. വിസ്മയ തിരിച്ച് മീനുമായി പോരുമ്പോൾ വാസുദേവൻ തിരിച്ച് നടന്നു വരും. അതിനുശേഷം കുളി കഴിഞ്ഞ് ധൃതിയിൽ വിസ്മയ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിൻ്റെ പടി കടന്നു ചെന്നതേ അവൾ കണ്ടു. ജയശങ്കറും മാതാപിതാക്കളും കൂടി പ്രദക്ഷിണം വയ്ക്കുന്നു. താൻ പോയി തൊഴുത് വലം വെച്ച് പ്രസാദവും വാങ്ങി ഇറങ്ങി വരുമ്പോൾ ജയശങ്കറിൻ്റെ വാഹനം അവിടെ തന്നെ കിടപ്പുണ്ട്. അത് ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. എടി! വിസ്മയ തിരിഞ്ഞു നോക്കി. ജയശങ്കറിൻ്റെ അമ്മയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന ആൾക്കാരുടെ മുൻപിൽ വെച്ച് അവർ ദേഷ്യപ്പെട്ടു. നിന്നെ തന്നെയാടി മീൻകാരി വിളിച്ചത്. കെട്ടിയ കോലമൊന്നും പോരെ, ഇനി എൻ്റെ ചെറുക്കനെ കോളേജിൽ കൂടി നാണം കെടുത്തണോടി. എന്തിനും പോന്നവളെ, ഇപ്പോൾ ആണേൽ ഭിക്ഷക്കാരൻ്റെ കൂടിയാ പൊറുതി. അമ്മ ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയി. അതുപോരാഞ്ഞ് മകൾക്ക് ആവുന്നത് പോലെ ഞങ്ങളെ നാണം കെടുത്തുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. നാണം കെട്ട വർഗ്ഗങ്ങൾ, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? പോയി ചത്തുകൂടെ, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ. അമ്മയായിട്ടേ കുലം മുടിച്ചു, ഇനി മകളുടെ വകയാ. എല്ലാം അനുഭവിക്കല്ലാതെ എന്തു ചെയ്യാനാ? തെരുവ് നായയെ കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം ഇവറ്റകളെ. ഇതെല്ലാം കേട്ട് ജയശങ്കർ ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുകയാണ്. തൻ്റെ അമ്മയുടെ സഹോദരനാകട്ടെ
ഭാര്യയെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ നിർത്താൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് വിസ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം തന്നെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ പരിപാടി ഇതുതന്നെയാണ്. ഇവരെപ്പോലുള്ള ചിലർ തൻ്റെ വീടിൻ്റെ പരിസരത്തും താമസിക്കുന്നുണ്ട്. കാരണം ആരുമില്ലാത്തവർ ജീവിക്കേണ്ടത് അനാഥാലയത്തിലാണ് എന്നാണ് അവരുടെ വെയ്പ്പ്. അല്ലാതെ സ്വന്തമായി ഒരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പാടില്ലല്ലോ. അവരുടെ നോട്ടത്തിൽ പിന്നെ തൻ്റെ അമ്മാവൻ്റെ ഭാര്യയുടെ കൈയിളക്കത്തിന് കാരണമുണ്ട്. താൻ ഈ നാട് വിട്ടു പോകേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. തൻ്റെ അമ്മയുടെ പേരിലുള്ള വസ്തുവകൾ താൻ തിരിച്ചു പിടിക്കുമോ എന്ന ഭയമാണ് അവരെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. എനിക്ക് അവരുടെ ഒന്നും വേണ്ട. ഇതുവരെ കഴിഞ്ഞ പോലെ ഇനിയും ജീവിക്കും, നട്ടൽ നിവൃത്തി തന്നെ. കാരണം ഞാൻ സ്വയം നശിക്കാത്തിടത്തോളം കാലം എന്നെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല, വിസ്മയ തന്നോട് തന്നെ പറഞ്ഞു. അവൾ അവരെ നോക്കി മനസ്സിലോർത്തു. എത്ര വിലപിടിപ്പുള്ള വാഹനത്തിൽ മുന്തിയ വേഷവും ആഭരണങ്ങളും അണിഞ്ഞിരുന്ന് അവർ പറയുന്ന വില കുറഞ്ഞ വാക്കുകൾ. കഷ്ടം. അതിനുശേഷം അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിസ്മയ സൈക്കിളിൽ കടന്നുപോയി. വീട്ടിൽ ചെന്നതായി മുത്തശ്ശിയുടെ ചിത്രത്തിന് മുൻപിൽ പ്രസാദം വെച്ച് തൊഴുതു. എന്നിട്ട് അവൾ പറഞ്ഞു, ഒരു കണക്കിന് എൻ്റെ മുത്തശ്ശി, എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്ന് കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും പുസ്തകവും എടുത്ത് വീടും പൂട്ടി സൈക്കിളെടുത്ത് കോളേജിലേക്ക് പോയി. പോകുമ്പഴി ഓർത്ത് 1-ാം വർഷ പരീക്ഷ എത്താറായി. കുറച്ചുകൂടി പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. തനിക്ക് പറഞ്ഞു തരാനായി വാസുവേട്ടനല്ലാതെ മറ്റാരുമില്ല എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയൂണിന് എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോയി. വിസ്മയ ഓർത്തു, താനിന്ന് പോകുന്നില്ല. എന്തിനാ വല്ല പിള്ളേരുടെയും വായിലിരിക്കുന്നത് കേൾക്കുന്നത്? തൻ്റെ സ്ഥിതി എന്താണെന്ന് അവർക്കറിയില്ല. തൻ്റെ വില കുറഞ്ഞ വസ്ത്രവും രീതികളും ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുകയില്ല. എന്നും വിലപിടിപ്പുള്ള ആഹാര രീതികൾ കണ്ടാൽ ആഹാരം കഴിക്കുന്നവർക്ക് തൻ്റെ വില കുറഞ്ഞ ആഹാരരീതി കണ്ടാൽ പരിഹസിക്കാൻ തോന്നും. അതുകൊണ്ടാവും അവർ തന്നെ കാണുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും എന്ന് വിളിക്കുന്നത്. അവർ ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ തൻ്റെ 1 മാസത്തെ വരുമാനം ഒരാഴ്ചത്തേനേ കാണുകയുള്ളൂ. നാളെ മുതൽ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഇത്തിരി ചോറ് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീരുമല്ലോ. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.